നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. യുവനടിയുടെ ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരോപണം തള്ളി രാഹുൽ. പരാതി വന്നാൽ നിയമപരമായി നേരിടുമെന്നും വിശദീകരണം. MLA പദവി രാജിവെക്കണമെന്ന് CPM-ഉം BJP-യും. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചെന്ന മറ്റൊരു യുവതിയുടെ ആരോപണത്തിൽ രാഹുലിനെതിരെ കേസെടുക്കണമെന്നും പരാതി. രാഹുലിനെതിരെ കോൺഗ്രസിനുള്ളിലും പടയൊരുക്കം. പ്രതിഷേധങ്ങൾക്കിടെ 12 ബില്ലുകൾ ലോക്സഭയിലും 15 ബില്ലുകൾ രാജ്യസഭയിലും പാസാക്കി വർഷകാല സമ്മേളനത്തിന് സമാപനം. ജയിലിലാകുന്ന മന്ത്രിമാരെ നീക്കുന്ന ബിൽ രാജ്യസഭയിലും വലിച്ചുകീറി പ്രതിപക്ഷ MP-മാർ. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സഭ ഇന്നും സ്തംഭിച്ചു. രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഇടപെടാൻ അധികാരമില്ലേ എന്ന കേന്ദ്രത്തോട് സുപ്രീം കോടതി. കത്ത് വിവാദം ശുദ്ധാസംബന്ധമെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി അംഗമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിക്കെതിരെ ആരോപണവും കള്ളപ്രചാരണവും ഉണ്ടാകുമെന്ന വിമർശനവുമായി MV ഗോവിന്ദൻ. കത്ത് ചോർത്തിയത് MV ഗോവിന്ദന്റെ മകൻ തന്നെയെന്ന് ആവർത്തിച്ച് മുഹമ്മദ് ഷെർഷാദ്. തമിഴകത്തെ ഇളക്കിമറിച്ച് നടൻ വിജയ്. ശക്തിപ്രകടനമായി തമിഴക വെട്രി കഴകത്തിന്റെ സമ്മേളനം മധുരയിൽ. രാഷ്ട്രീയ ശത്രു DMK എന്ന് വിമർശനം. ലക്ഷ്യം 2026 തമിഴ്നാട് തെരഞ്ഞെടുപ്പെന്നും വിജയ്. UAE-യിൽ മരിക്കുന്ന ഇന്ത്യൻ പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കേണ്ടതിന്റെ ചുമതല സ്പോൺസർമാർക്കെന്ന് UAE കോൺസുലേറ്റ്. സ്പോൺസർമാരോ ഇൻഷുറൻസോ ഇല്ലാത്തവർ കമ്മ്യൂണിറ്റി അസോസിയേഷനുകളെ ബന്ധപ്പെടണമെന്നും വിശദീകരണം. അമൃത TVയുടെ ലെറ്റ്സ് ട്രാവലിലേക്ക് ആദ്യ 4 പേരെ തെരഞ്ഞെടുത്തു. വിദേശയാത്ര അമൃത TVയുടെ 20ാം പിറന്നാളിനോടനുബന്ധിച്ച്. വാർത്തകൾ വിശദമായി നോക്കിയാൽ യുവനടിയുടെ ആരോപണം ശക്തമായതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ ധാർമ്മികതയുടെ പേരിലാണ് രാജിയെന്ന് പ്രഖ്യാപിച്ചു. മോശം അനുഭവങ്ങൾ പങ്കുവച്ച് കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരികയും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന ഓഡിയോ ക്ലിപ്പ് മറ്റൊരു യുവതി പുറത്തുവിടുകയും ചെയ്തതോടെ കടുത്ത പ്രതിരോധത്തിലാവുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരട്ടെ എന്നാണ് പാർട്ടിയുടെ തീരുമാനം. തികച്ചും അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളാണ് ഒറ്റ ദിവസത്തിനുള്ളിൽ സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുമ്പും സമാനമായ ആക്ഷേപങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നപ്പോഴൊക്കെ പരാതിയോ വ്യക്തമായ തെളിവുകളോ ഇല്ലാതെ അവയൊക്കെ മൂടപ്പെടുകയായിരുന്നു. എന്നാൽ യുവനടി പേര് പറഞ്ഞില്ലെങ്കിലും തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും പിന്നാലെ മറ്റു സ്ത്രീകൾ തങ്ങൾക്ക് നേരിട്ട മോശം അനുഭവങ്ങൾ തുറന്നു പറയുക കൂടി ചെയ്തതോടെ കടുത്ത സമ്മർദ്ദത്തിലാകുകയായിരുന്നു നേതൃത്വം. ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാള് കൂടെ പോകുന്നത്. പക്ഷേ ഇതല്ല അതിന്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട്. ഇതുവരെ പെട്ടു. ഇനി ഒരു സ്ത്രീകളും അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ കൺസേൺ. ഗർഭഛിദ്രത്തിനായി രാഹുൽ നിർബന്ധിച്ചുവെന്ന ഓഡിയോ ക്ലിപ്പ് മറ്റൊരു യുവതി തെളിവായി പുറത്തുവിട്ടതോടെ പാർട്ടിക്ക് നിൽക്കക്കള്ളിയില്ലാതായി. ദേശീയ നേതൃത്വവും രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി അടിയന്തരമായി ഒഴിയുക എന്ന നിർദ്ദേശമുണ്ടായി. സ്വമേധയാ രാജിവെച്ചൊഴിഞ്ഞില്ലെങ്കിൽ പുറത്താക്കുമെന്ന അവസ്ഥ വന്നതോടെ തന്റെ രാജി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചു. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ ധാർമ്മികതയുടെ പേരിലാണ് പദവി ഒഴിയുന്നതെന്ന് വാദിക്കുകയും ചെയ്തു. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിരോധത്തിലായ പ്രതിപക്ഷ നേതാവ് എല്ലാ കാലവും സംരക്ഷിച്ച് കുഞ്ഞനിയനെ പോലെ കൂടെ നിർത്തിയ യുവ നേതാവിനെ തള്ളിപ്പറഞ്ഞു. പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല. ആരായാലും രാജി ചോദിച്ചിട്ടില്ല എന്നും യാതൊരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ധാർമ്മികതയുടെ പേരിൽ രാഹുൽ സ്വയം രാജിവെക്കുകയാണുണ്ടായതെന്നും KPCC അധ്യക്ഷന്റെ വിശദീകരണം. എൻ്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും
രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. പോരാട്ടം തുടരുമെന്നും ആരെയും വ്യക്തിപരമായി ആക്രമിച്ചിട്ടില്ല എന്നും യുവനടിയും പ്രതികരിച്ചു. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ വിഷയം. രാഹുൽ രാജിവെച്ചതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് അബിൻ വർക്കി, KM അഭിജിത്ത് എന്നീ പേരുകളാണ് പരിഗണിക്കുന്നത്. പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട പരാതി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചെന്ന യുവതിയുടെ ആരോപണത്തിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. മാധ്യമ വാർത്തകളിൽ വന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്. ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്ന പ്രവൃത്തി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായെന്ന് പരാതിയിൽ പറയുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്ക് സമ്മർദ്ദമേറുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട CPM-ഉം BJP-യും രംഗത്തെത്തി. വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. യുവനടി അടക്കമുള്ളവരുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. എന്നാൽ ജനപ്രതിനിധിയായി തുടരാൻ രാഹുലിന് ധാർമ്മികതയില്ലെന്നും രാജിവെക്കണമെന്നും ഒരേ സ്വരത്തിൽ CPM-ഉം BJP-യും ആവശ്യപ്പെടുന്നു. ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. ആരോപണ വിധേയനായ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്ന പ്രസ്താവനയാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് നടത്തേണ്ടിയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് CPM-ഉം BJP-യും പോഷക സംഘടനകളും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. പാലക്കാട് MLA ഓഫീസിലേക്കും പത്തനംതിട്ടയിലെ വസതിയിലേക്കും തിരുവനന്തപുരത്തുമായിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, അമൃത TV. മറ്റു വാർത്തകൾ നോക്കിയാൽ പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നീ ആരോപണങ്ങളിൽ ഇന്നും അതിശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിലുണ്ടായത്. പലതവണ നിർത്തിവെച്ച ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് ശേഷം പിരിയുകയായിരുന്നു. 12 ബില്ലുകൾ ലോക്സഭയിലും 15 ബില്ലുകൾ രാജ്യസഭയിലും പാസാക്കിയാണ് സമ്മേളനം അവസാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉണ്ടായത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ സഭാ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടു. ലോക്സഭ 12 മണിക്കും രാജ്യസഭ 2 മണിക്കുമാണ് നടപടികൾ അവസാനിപ്പിച്ച് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. ജൂലൈ 21 ആരംഭിച്ച സമ്മേളനത്തിൽ ഇന്നുവരെ 21 തവണയാണ് പാർലമെന്റ് സമ്മേളിച്ചത്. ഓൺലൈൻ ഗെയിമിംഗുകൾ നിയന്ത്രിക്കുന്ന ബില്ലുൾപ്പെടെ സുപ്രധാന ബില്ലുകൾ വർഷകാല സമ്മേളനത്തിൽ പാസാക്കാൻ സർക്കാരിനായി. 12 ബില്ലുകൾ ലോക്സഭയും 15 ബില്ലുകൾ രാജ്യസഭയും കടന്നു. 130-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടെ 3 സുപ്രധാന ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയിൽ പാർലമെന്റിൽ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധമറിയിച്ച പ്രതിപക്ഷം വിഷയം രാജ്യവ്യാപകമായി ഉയർത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധി ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതിയിൽ ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ വാദത്തിനിടെയായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. അതേസമയം ബില്ലുകൾ സ്ഥിരമായി തടഞ്ഞുവയ്ക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെങ്കിൽ ഗവർണറുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം സർക്കാരിനുണ്ടാകുമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിയിൽ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്മേലുള്ള വാദത്തിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ നടന്ന അതേ നിലപാട് ആവർത്തിക്കുകയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ. ആർട്ടിക്കിൾ 365 എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അത് പരിശോധിക്കപ്പെടേണ്ട വേദി സുപ്രീം കോടതിയല്ല എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഭരണഘടനാ ഭേദഗതി മാത്രമാണ് സമയപരിധി നിശ്ചയിക്കാനുള്ള മാർഗം. പക്ഷേ അതിന് രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകണമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി.
സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന കേസുകളിൽ നിരവധി എണ്ണത്തിന് പരിഹാരമുണ്ടാകും, എന്നാൽ ചിലത്തിന് പരിഹാരമുണ്ടാവുകയുമില്ല. ഇത് അത്തരത്തിൽ കോടതിയിൽ നിന്ന് പരിഹാരമുണ്ടാകേണ്ട ഒന്നല്ലെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. അതേസമയം സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്കുള്ള അനുമതി സ്ഥിരമായി തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഗവർണറുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദപ്രകാരം ഗവർണർക്ക് ഒരു ബില്ലിനുള്ള അനുമതി തടയാനും നിയമസഭയിലേക്ക് തിരിച്ചയക്കാൻ അവസരം നൽകാതെ ബിൽ ഒഴിവാക്കാനും കഴിയുമെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. ഈ അധികാരം ഗവർണർക്ക് അപ്പീലുകൾക്ക് മുകളിൽ ഇരിക്കാനുള്ള പൂർണ്ണ അധികാരം നൽകുകയല്ലേ ചെയ്യുന്നതെന്ന് കോടതി ചോദിച്ചു. നിലവിലെ വ്യവസ്ഥയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഗവർണറുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് നിരീക്ഷിച്ചു. ഗവർണർ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ നിയമവ്യവസ്ഥയെ തന്നെ അത് പ്രവർത്തനരഹിതമാക്കുമെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങാൻ നടൻ വിജയുടെ തമിഴക വെട്രി കഴകം DMK-യുമായോ BJP-യുമായോ സഖ്യത്തിലില്ല എന്നും തനിച്ച് മത്സരിക്കുമെന്നും മധുരയിൽ നടന്ന പാർട്ടിയുടെ 2ാമത്തെ സംസ്ഥാന സമ്മേളനത്തിൽ വിജയ് പ്രഖ്യാപിച്ചു. TVK-യുടെ പ്രത്യയശാസ്ത്രപരമായ ഒരേയൊരു ശത്രു BJP ആണെന്നും ഏക രാഷ്ട്രീയ ശത്രു DMK ആണെന്നും വിജയ് പറഞ്ഞു. മധുര തൂത്തുക്കുടി ദേശീയപാതയിൽ എലിയാർപതി ടോൾ ബൂത്തിന് സമീപം 500 ഏക്കർ വിസ്തൃതിയിലുള്ള മൈതാനത്തൊരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു സമ്മേളനം. കത്ത് വിവാദം ശുദ്ധ അസംബന്ധമെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി അംഗമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിക്കെതിരെ ആരോപണവും കള്ളപ്രചാരണവും ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. UAE-യിൽ മരണപ്പെടുന്ന ഇന്ത്യൻ പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തത വരുത്തി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. UAE-യിലെ നിയമമനുസരിച്ച് രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ മരണപ്പെട്ടാൽ മൃതദേഹം നാട്ടിലെത്തിക്കേണ്ടതിന്റെ ചുമതല സ്പോൺസർമാർക്കാണെന്ന് കോൺസുലേറ്റ് വിശദീകരിക്കുന്നു. മരണപ്പെടുന്ന വ്യക്തിക്ക് സ്പോൺസർമാരോ ഇൻഷുറൻസോ ഇല്ലാത്ത സാഹചര്യത്തിൽ കോൺസുലേറ്റിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി അസോസിയേഷനുകളെ ബന്ധപ്പെടാമെന്നും വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. UAE-യിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനായി എന്ന പേരിൽ പണപ്പിരിവും തട്ടിപ്പും നടക്കുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനായി സഹായിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ ചിലർ ഇക്കാര്യത്തിൽ ചില വിശദീകരണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വിശദീകരണക്കുറിപ്പുമായി രംഗത്ത് വന്നത്. UAE-യിലെ നിയമമനുസരിച്ച് ഈ രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ മരണപ്പെട്ടാൽ മൃതദേഹം നാട്ടിലെത്തിക്കേണ്ടതിന്റെ ചുമതല സ്പോൺസർമാർക്കാണെന്ന് കോൺസുലേറ്റിന്റെ ഔദ്യോഗിക X പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ വിശദീകരിക്കുന്നു. മരണപ്പെടുന്ന വ്യക്തിക്ക് സ്പോൺസർമാരോ ഇൻഷുറൻസോ ഇല്ലാത്ത സാഹചര്യത്തിൽ കോൺസുലേറ്റിന്റെ കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ എംപാനൽ ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി അസോസിയേഷനുകളെ ബന്ധപ്പെടാമെന്നും വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണച്ചിലവൊന്നും ഉണ്ടാവില്ലെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവർ മരണപ്പെടുന്ന സാഹചര്യത്തിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മുതലെടുത്ത് പണം വാങ്ങിയെടുക്കുന്നവരെ കരുതിയിരിക്കണമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവാസികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. അമൃത TVയുടെ 20ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി UAE-യിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം നടത്തുന്ന വിദേശയാത്രയ്ക്ക് അവസരം ലഭിച്ച ആദ്യത്തെ 4 വിജയികളെ പ്രഖ്യാപിച്ചു. ലെറ്റ്സ് ട്രാവൽ എന്ന് പേരിട്ടിരിക്കുന്ന യാത്രയുടെ ഫ്രാഗ്രൻസ് പാർട്ണറായ റിയൽ മാൻ പെർഫ്യൂംസിന്റെ ദുബായിലെ ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് വിജയികളെ സ്വീകരിച്ചത്. അമൃത TV ലെറ്റ്സ് ട്രാവൽ. അമൃത TVയുടെ 20ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി UAE-യിലെ പ്രേക്ഷകർക്കൊപ്പം നടത്തുന്ന വിദേശയാത്ര തായ്ലൻഡിലെ ഫുക്കറ്റിലേക്കാണ്. യാത്രയുടെ ഫ്രാഗ്രൻസ് പാർട്ണറായി അമൃത TVക്കൊപ്പമുള്ള റിയൽമാൻ പെർഫ്യൂംസിന്റെ ദുബായിലെ ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് ലെറ്റ്സ് ട്രാവലിൽ പങ്കുചേരാൻ ആദ്യ അവസരം ലഭിച്ചവരെ സ്വീകരിച്ചത്. റിയൽമാൻ പെർഫ്യൂം വാങ്ങി ഇൻവോയ്സ് അയച്ചവരിൽ നിന്നും വിജയിയായ ആതിര സതീഷ്, ആരാണ് സെലിബ്രിറ്റി എന്ന കോൺടെസ്റ്റിൽ വിജയിച്ച ആയിഷ ഷിഫാന, ടാഗ്യൂർ ട്രാവൽ ബഡി ക്യാമ്പയിനിൽ വിജയിച്ച ഡേവിസ് ജോർജ്, സ്പോട്ട് ദി ലൊക്കേഷൻ കോൺടെസ്റ്റിൽ വിജയിച്ച മുഹമ്മദ് ഫൈസ് എന്നിവരെയാണ് റിയൽമാൻ ഗിഫ്റ്റ് ഹാമ്പർ നൽകി സ്വീകരിച്ചത്. സെപ്റ്റംബർ 24 മുതൽ 28 വരെ നടക്കുന്ന ഫുക്കറ്റ് യാത്രയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട മിഥുൻ രമേശും ഉണ്ടാകും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ പങ്കുചേരാൻ പ്രേക്ഷകർക്ക് അവസരം ലഭിക്കുന്ന വിവിധ കോൺടെസ്റ്റുകൾ അമൃത TV മിഡിൽ ഈസ്റ്റിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നടക്കുന്നുണ്ട്. റിയൽമാൻ പെർഫ്യൂംസ് നിർമ്മാതാക്കളായ വിനി ഇന്റർനാഷണൽ സെയിൽസ് ഡയറക്ടർ ജഗദീഷ് മങ്ങാട്ട്, ബിസിനസ് ഹെഡ് ഷൈജൻ ജോർജ്, സോഷ്യൽ മീഡിയ മാനേജർ ഋഷഭ് സേത്ത്, അമൃത TV ലെറ്റ്സ് ട്രാവലിന്റെ പ്രധാന സ്പോൺസർ ഗോകേറ്റ് ട്രാവൽ ആൻഡ് ടൂർസ് മാർക്കറ്റിംഗ് മാനേജർ വിജിത്ത്, അമൃത TV മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ഹെഡ് S ശ്രീകുമാർ, മാർക്കറ്റിംഗ് മാനേജർ ഋഷി KS, അഡ്മിൻ മാനേജർ പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.
വിദേശത്തുള്ളവർക്ക് ഏജന്റുമാരില്ലാതെ നേരിട്ട് ഉംറ വിസ ലഭിക്കുന്നതിന് നേരിട്ട് അപേക്ഷിക്കാനുള്ള പദ്ധതിയുമായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം രംഗത്ത്. നേരിട്ട് ഉംറ വിസ ലഭിക്കുന്നതിന് സൗദിയുടെ ഓൺലൈൻ ആപ്പായ നുസൂക്ക് ആപ്ലിക്കേഷൻ വഴി അപേക്ഷിക്കാമെന്നും ഇന്ന് മുതൽ പ്രാബല്യത്തിലായതായും മന്ത്രാലയം അറിയിച്ചു. അപേക്ഷകർക്ക് ഉംറ വിസയോടൊപ്പം അനുബന്ധ സേവനങ്ങൾക്കും ആപ്ലിക്കേഷൻ വഴി അപേക്ഷിക്കാൻ അവസരമുണ്ട്. ഉംറ നുസൂക്ക് ആപ്ലിക്കേഷനിൽ ഉംറ വിസ, താമസം, ഗതാഗതം, ചരിത്ര സ്ഥല സന്ദർശനം, മറ്റ് സേവനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ പാക്കേജോ നിശ്ചിത സേവനങ്ങൾ മാത്രമോ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. കുവൈറ്റിലെ അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിൽ ഇന്ന് വൈകുന്നേരം മുതൽ ഞായറാഴ്ച രാവിലെ വരെ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യം അറിയിച്ചത്. നാഷണൽ അസംബ്ലി ഇന്റർസെക്ഷൻ മുതൽ സേഫ് പാലസ് റൗണ്ട് എബൌട്ട് വരെയുള്ള ഭാഗത്താണ് ഗതാഗതം പൂർണ്ണമായും അടച്ചിടുന്നത്. ഈ ഭാഗം ഓഗസ്റ്റ് 24 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് തുറക്കും. വാഹനയാത്രികർ ഈ സമയങ്ങളിൽ ബദൽ വഴികൾ ഉപയോഗിക്കണമെന്നും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ട്രാഫിക് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ കുട്ടികളുടെ റോബ്ലോക്സ് ഗെയിംസ് നിരോധിക്കാൻ വാർത്താവിനിമയ മന്ത്രാലയത്തോട് വിവര മന്ത്രാലയം അഭ്യർത്ഥന നടത്തിയതായി റിപ്പോർട്ട്. കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ ഗുരുതരമായ അപകട സാധ്യത മുൻനിർത്തിയാണ് ഈ നീക്കം. ഇതിനു പുറമെ രാജ്യത്തെ വലിയൊരു വിഭാഗം പൗരന്മാരും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. ധാർമ്മിക മൂല്യങ്ങളെയും സാമൂഹിക മാനദണ്ഡങ്ങളെയും ലംഘിക്കുകയും രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ഗെയിം. അക്രമത്തെയും ആക്രമണോത്സുക രാജ്യത്തെ സാമൂഹിക ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമായ രംഗങ്ങളും ഗെയിമിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സമാന കാരണങ്ങളാൽ നേരത്തെ ഖത്തർ, ഒമാൻ എന്നിവയുൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ചൈനയും തുർക്കിയും ജോർദാനും ഉത്തര കൊറിയയും റോബ്ലോക്സ് ഗെയിം നിരോധിച്ചിരുന്നു. കുവൈറ്റിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച വാഴപ്പഴങ്ങൾ ആദ്യമായി വിപണിയിലെത്തി. സ്വദേശി കർഷകനായ ഈദ് സാരി അൽ അസ്മിയുടെ ഫാമിൽ ഉൽപ്പാദിപ്പിച്ച വാഴപ്പഴങ്ങളാണ് വിപണിയിലെത്തിയത്. ഇന്നലെ ഫർസാത്ത് അൽ സുലൈബിയ മാർക്കറ്റിലാണ് വാഴപ്പഴം ആദ്യമായി വിൽപ്പനയ്ക്ക് എത്തിച്ചത്. വർഷങ്ങളായി നടത്തിവരുന്ന തുടർച്ചയായ പരീക്ഷണങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ശേഷമാണ് കാർഷിക നേട്ടം അദ്ദേഹം കൈവരിച്ചത്. വിപണിയിൽ ദിവസേന തുടർച്ചയായി ലഭ്യമാകുന്ന തരത്തിലാണ് അദ്ദേഹം വിപണനം ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ ദിവസേന 300 പെട്ടി പഴങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ഒക്ടോബർ മുതൽ ഉൽപ്പാദനം 500 പെട്ടിയായി ഉയർത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20-ന് OECC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് സദ്ഭാവന ദിനമായി ആചരിച്ചു. ഷറഫിയ പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള പൊതു പാർക്കിലാണ് സദ്ഭാവന ദിനത്തിന് വേദിയൊരുക്കിയത്. ആക്ടിംഗ് പ്രസിഡന്റ് അസീസ് ലാക്കൽ, സീനിയർ OICC നേതാവ് സൈഫുദ്ദീൻ വാഴയിൽ എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കമാൽ കളപ്പാടൻ സദ്ഭാവന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മതേതര മൂല്യങ്ങൾ, ദേശീയ ഐക്യം, സഹോദരഭാവം എന്നിവ സംരക്ഷിക്കേണ്ടതിന്റെ പ്രസക്തി സദ്ഭാവന ദിനത്തിൽ ഓർമ്മിപ്പിച്ചു. ഉസ്മാൻ മേലാറ്റൂർ, UM ഹുസൈൻ മലപ്പുറം, വൈസൽ മക്കരപ്പറമ്പ എന്നിവർ സംസാരിച്ചു. അനന്തപുരി ഇനി ഭക്തിസാന്ദ്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം, ലക്ഷദീപം ചടങ്ങുകൾക്ക് നാന്ദി കുറിച്ചുകൊണ്ട് വിളംബര പത്രിക നടൻ മോഹൻലാൽ സ്വീകരിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രിയതാരം വിളംബര ദീപം തെളിയിക്കുകയും ചെയ്തു. 6 വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ വേദപണ്ഡിതരുടെ നേതൃത്വത്തിലാണ് മുറജപം നടക്കുന്നത്. ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം നവംബർ 20-ന് ആരംഭിക്കും. പഴയ തിരുവിതാംകൂറിൽ 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി പ്രീതിക്കായി നടത്തിവന്നിരുന്ന വേദപാരായണമാണ് മുറജപം. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് മുറജപം ആരംഭിച്ചത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളുടെ പാരായണവും ഈ മുറജപത്തിന്റെ ഭാഗമായി നടക്കും. സഹസ്രനാമങ്ങളും ജലജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് മുഖരിതമായിരിക്കും മുറജപം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇത്തവണത്തെ മുറജപ ലക്ഷദീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങി. രാവിലെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ മോഹൻലാലിന് വിളംബര പത്രിക കൈമാറി. മുറജപത്തിന്റെ ദീപസ്തംഭം തെളിക്കുന്ന ചടങ്ങും നടന്നു.
വിളംബര പത്രിക ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇത് വർത്തമാനകാലവും ചരിത്രാതീത കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം 925 മകരം 1 ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന വ്യക്തിയെന്ന നിലയിൽ പത്മനാഭസ്വാമി ക്ഷേത്രം അഭിമാനമെന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് സുകൃതമെന്നും വിളംബര പ്രഖ്യാപനം നടത്തിയ ശേഷം മോഹൻലാൽ പറഞ്ഞു. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, സുകൃതം എന്ന് തന്നെ പറയണം. ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിന് ഭഗവാൻ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഓണവില്ലും ശ്രീ പത്മനാഭസ്വാമിയുടെ ചിത്രവും മോഹൻലാലിന് ഉപഹാരമായി നൽകി. മകരസംക്രാന്തി ദിവസമായ 14-ാം തീയതി പൊന്നും ശിവേലിയോടെ മുറജപത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കും. ക്യാമറാമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നിയിൽ KSRTC ഡിപ്പോയ്ക്ക് സ്ഥലം നികത്തിയതും കെട്ടിടം നിർമ്മിച്ചതും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ. റവന്യൂ വകുപ്പിന്റെ സർവേയിലാണ് കണ്ടെത്തൽ. സ്ഥലം ഉടമയുടെ ഹർജിയിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ ഹൈക്കോടതി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. കയ്യേറ്റം കണ്ടെത്തിയതോടെ കോന്നിയിലെ KSRTCയുടെ പദ്ധതി അനിശ്ചിതത്വത്തിലായി. കോന്നി മങ്ങാരം വാലുതുണ്ടിൽ എസ് രവിയുടെ ഉടമസ്ഥതയിലുള്ള 1.10 ഏക്കർ സ്ഥലമാണ് കോന്നി KSRTC ഡിപ്പോയ്ക്കായി കയ്യേറിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കോന്നി താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിലാണ് സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്ന് വ്യക്തമായത്. തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അളന്ന് മാർക്ക് ചെയ്തു. പഞ്ചായത്തിന് മൊത്തത്തിലുള്ള പഞ്ചായത്ത് അതിൻ്റെ അകത്ത് 1/10 എൻ്റെയാണ്. ഈ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലം മുഴുവൻ എൻ്റേതാണ്. 25-26 ടാക്സ് അടക്കാൻ ചെന്നപ്പോൾ എൻ്റെ പേരില്ല പോർട്ടലിൽ, ഉടമസ്ഥാവകാശം ഇല്ല. അവസാനം ഫെബ്രുവരി അവസാനം ഞാൻ കൊണ്ടുവന്ന് കേസ് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. ഇന്നലെ KSRTC ഹെഡ് ഓഫീസിൽ നിന്ന് അവരുടെ ഡെപ്യൂട്ടി കളക്ടർ, തഹസീൽദാരെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ്, താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർവേയർ, KSRTC പത്തനംതിട്ടയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം മെഷർ ചെയ്ത് മാർക്ക് ചെയ്തിരിക്കുക. മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് ഡിപ്പോയ്ക്ക് വേണ്ടി പഞ്ചായത്തിന്റെ കൈവശമുണ്ടായിരുന്ന 1.93 ഏക്കറും വിലയ്ക്ക് വാങ്ങിയ 48 സെന്റും ചേർത്ത് 2.41 ഏക്കറാണ് KSRTCക്ക് നൽകിയത്. നിലമായിരുന്ന സ്ഥലം പിന്നീട് മണ്ണിട്ട് നികത്തി. ഈ സമയം രവിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കൂടി ചേർത്താണ് നികത്തിയത്. പലരുടെയാണ് 10 സെന്റ് 20 സെന്റ്, അതെല്ലാം അവർ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് എൻ്റെ സെറ്റിൽ ചെയ്തില്ല. എനിക്ക് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് തരാൻ പറഞ്ഞിട്ട് ഫണ്ടില്ല പഞ്ചായത്തിന്റെ. പഞ്ചായത്ത് എടുത്ത് KSRTCക്ക് കൊടുക്കേണ്ട റൂൾ പ്രകാരം അങ്ങനെ വിട്ടു. അപ്പം ഞാൻ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എഴുതി കൊടുത്തില്ലല്ലോ, എനിക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നു. 2000 കൊടുത്തു, 2015 ആയപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്ത് എനിക്ക് പൈസ സെറ്റിൽ ചെയ്ത് അപ്പോഴത്തേനും ഒരു മണ്ണിട്ടൊക്കെ നികത്തി. അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ സ്ഥലം സർക്കാരിന് തന്നെ നൽകാനാണ് ഉടമയുടെ തീരുമാനം. ഇപ്പോൾ റവന്യൂ വകുപ്പ് മാർക്ക് ചെയ്ത ഭാഗം മതിൽ കെട്ടിത്തിരിക്കും. ഇതോടെ ഉദ്ഘാടനം അടുത്തിരുന്ന KSRTCയുടെ പദ്ധതി തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. KSRTCയുടെ ഓർമ്മ എക്സ്പ്രസിന്റെ ഭാഗമായി നടൻ മോഹൻലാലും മന്ത്രി KB ഗണേഷ് കുമാറിനൊപ്പം പഴയ KSRTC ബസ്സിൽ കയറി ഓർമ്മകൾ പങ്കുവച്ച അദ്ദേഹം പുതുതായി പുറത്തിറക്കുന്ന വോൾവോ ബസ്സും സന്ദർശിച്ചു. KSRTCയുടെ നല്ല നാളെ ലക്ഷ്യമിടുന്ന റീബ്രാൻഡിംഗിന്റെ ഭാഗമായാണ് ഓർമ്മകളിലേക്കുള്ള ഈ യാത്ര. KSRTCയുടെ ഓർമ്മകളുടെ യാത്രയിലേക്ക് മലയാളത്തിന്റെ പ്രിയനടൻ മോഹൻലാൽ കൂടി എത്തിയപ്പോൾ അത് ആവേശമായി. മന്ത്രിയും സുഹൃത്തുമായ KB ഗണേഷ് കുമാറിനൊപ്പം പഴയ KSRTC ബസ്സിൽ കയറി ആ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. പഴയ KSRTCയുടെ തൊട്ടടുത്ത് പുതിയതായി പുറത്തിറക്കുന്ന KSRTC വോൾവോ ബസ്സും നടൻ മോഹൻലാൽ സന്ദർശിച്ചു. ഒരു നാടിന്റെ ഗതാഗത സംവിധാനം നന്നാക്കാൻ സാധിച്ചാൽ ആ നാട് കൂടുതൽ മികച്ചതായി എന്നാണ് അർത്ഥമെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു. മന്ത്രി ഗണേഷ് കുമാറിന് എല്ലാവിധ ആശംസകളും നേർന്നു. ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ്. അതിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല ബസ്സുകൾ, നല്ല സഞ്ചാര റൂട്ടുകൾ, നല്ല സർവീസുകൾ, ഇതെല്ലാം ചെയ്താൽ ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മേജർ ഒരു കാര്യമാണ്. KSRTCയുടെ മുഖച്ഛായ തന്നെ മാറുകയാണെന്നും എല്ലാ തരത്തിലുമുള്ള യാത്രക്കാരെയും KSRTCയിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി KB ഗണേഷ് കുമാറും പറഞ്ഞു. KSRTC ഹിസ്റ്ററിയിലെ ഏറ്റവും അധികം വാഹനങ്ങൾ, ഏറ്റവും അധികം നമ്പറും അതുപോലെ തന്നെ ഏറ്റവും അധികം വെറൈറ്റി വാഹനങ്ങളാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. KSRTC ഇതുവരെയുള്ള
അതിൻ്റെ മുഖച്ഛായ മാറുകയാണ്. KSRTCയുടെ പുതിയ 143 ബസ്സുകളാണ് നിരത്തിലിറക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ 24 വരെ കനകക്കുന്നിൽ ട്രാൻസ്പോർട്ട് 2025 എന്ന പേരിൽ വാഹന പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ കൊല്ലം സൈലേഴ്സിന് വിജയം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 1 വിക്കറ്റിനാണ് മുൻ ചാമ്പ്യന്മാർ പരാജയപ്പെടുത്തിയത്. 139 റൺസ് വിജയലക്ഷ്യം. അവസാന ഓവറിൽ 1 പന്ത് ബാക്കി നിൽക്കെ കൊല്ലം സൈലേഴ്സ് മറികടന്നു. ബിജു നാരായണന്റെ ബാറ്റിൽ നിന്നും നേടിയ 6 ആണ് കൊല്ലത്തിന്റെ വിജയം കുറിച്ചത്. കൊല്ലത്തിനു വേണ്ടി വത്സൻ ഗോവിന്ദ് 23 പന്തിൽ 28 റൺ നേടി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 18 ഓവറിൽ 138 റൺസിന് എല്ലാവരും പുറത്തായി. 22 ബോളിൽ 54 റൺസ് നേടിയ ക്യാപ്റ്റൻ രോഹൻ കുന്നുമലാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ ടോപ്പ് സ്കോറർ. ബ്രിഡേസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.